പതുക്കെ പതുക്കെ ഇറങ്ങും മോളെ. എനിക്കിപ്പോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല അമ്മേ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ക്ഷീണം ഒഴിച്ചാ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോ നല്ല ഓക്കെ. എന്ന് പറഞ്ഞോണ്ടേ നാളെ തന്നെ ലീവ് മതിയാക്കി അങ്ങ് ഓഫീസിൽ പോവാന്ന് വിചാരിക്കണ്ട. 1-2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോയാ മതി. ശരി മാഡം, ഓഫീസിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഫോർവേഡ് ചെയ്തോളാം. പിന്നെ കാര്യങ്ങൾ വീട്ടിലിരുന്നായാലും മാഡത്തിന് നോക്കാലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ജോലിക്ക് കയറിയ പിന്നെ ഇവളായിട്ടൊരു റെസ്റ്റ് ഇവക്ക് കൊടുക്കൂല. മേലും കീഴും നോക്കാതെ അങ്ങ് ഓടി നടക്കുകയും ചെയ്യും. അമ്മേ, അമ്മേ, ചേച്ചിയമ്മേ, ചേച്ചിയമ്മേ, ഞങ്ങളെ പിടിക്കണോ? ഓ വേണ്ട വേണ്ട, ഇവിടെ വരെ എന്റെ മോളെ എനിക്ക് കൊണ്ടുവരാൻ അറിയാമെങ്കിലേ എനിക്ക് മോളെ അകത്തോട്ട് കൊണ്ടുപോകാനും അറിയാം. ഓ വലിയ സഹായക്കാര് വന്നേക്കുന്നു. എന്നാലും ഞങ്ങളെ പിടിക്കാൻ ചേച്ചിയമ്മേ. വാ അമ്മേ, വാ. വാ നടക്കും. എന്നാ പിന്നെ മാഡം ഞാൻ ഇറങ്ങിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ശരിയാണോ? ഞാൻ ഈ ബാഗൊക്കെ അകത്ത് കൊണ്ട് വെക്കട്ടെ. വാ ശാന്തേ. ഇനി മക്കളുടെ വിശേഷങ്ങൾ പറ. ഞങ്ങൾക്ക് ഇവിടെ എന്ത് വിശേഷം ചേച്ചിയമ്മേ? അമ്മയോട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്ത് ചോദിച്ചാലും ദേഷ്യ. ഭക്ഷണം ഒന്നും കഴിക്കുകയില്ല, ഞങ്ങൾക്കെടുത്ത് തരികയില്ല അമ്മേ. ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറൊക്കെ എടുത്ത് കഴിക്കുന്നത്. നേരത്തേക്ക് എന്നോട് സത്യോടൊക്കെ അമ്മയ്ക്ക് എന്ത് സ്നേഹമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അടുത്ത് ചെന്നാ വഴക്കിട്ട് ഓടിക്കും. ഒരു ദിവസം കാലത്ത് ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഹോസ്പിറ്റലിൽ ശാരദാമ്മ വിളിച്ചതിന് ശേഷാ ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തന്നത്. അമ്മ എന്താ ചേച്ചിയമ്മ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നേ? അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. പിള്ളേരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ട് പോയതാണല്ലോ ഞങ്ങള്. എന്നിട്ട് അവർക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുത്തില്ല എന്ന് പറഞ്ഞ. പിള്ളച്ചേട്ടൻ വല്ലതും കഴിച്ചോ? ഞാൻ എന്നാ ചായ എടുക്കട്ടെ. ഈ സമയത്തോ? വേണ്ട വേണ്ട, ഇനി വീട്ടിൽ പോയി ഇച്ചിരി കഞ്ഞി കുടിക്കണം, അത് തന്നെ ധാരാളം. പിന്നെ അവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? പുതിയ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടാവൂല്ലേ? പൊരുത്തപ്പെടാതെ എന്ത് ചെയ്യാനാ? വരുന്നതെല്ലാം തൊണ്ട തൊടാതങ്ങ് വിഴുങ്ങുക, അതായിപ്പോയില്ലേ. എന്നാലും സത്യാമ്മയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റമല്ല ശാരദാമ്മേ. ആ പിടിവാശിയും തൻപ്രമാണിത്വവും അല്പം കൂടി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമേ ഉള്ളൂ. ഇപ്പോഴും അവർ ഇരുന്നിരുന്ന തങ്ക സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല എന്ന് എന്നെ പറയാം. അത് സത്യാമ്മയുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവ വൈകല്യ പിള്ളച്ചേട്ടാ. അത് മാറില്ല. അത് മാറിയ പിന്നെ അവരില്ല. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഈ ഒരു അവസ്ഥയില്, കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുന്ന ഈ ഒരു അവസ്ഥയിലും ആനപ്പുറത്ത് തന്നെ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്തു പറയാനാ? രാഘവേട്ടൻ എന്തു പറയുന്നു? അയ്യോ, സാറ് പാവ. വരുന്ന ദുരന്തങ്ങളെ സങ്കടം കൊണ്ട് അടക്കി പിടിച്ച് നേരിടുന്നു. ചില സമയത്ത് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കരയുന്നത് കാണാം. നമ്മൾ ചെല്ലുമ്പോ ചിരി മുഖത്ത് വരുത്തി അത് മറയ്ക്കാൻ ശ്രമിക്കും. അത് കാണുമ്പോഴാ കൂടുതൽ സങ്കടമാകുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം എന്നുള്ളത് വിധിയാ. അതിനെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞു പോകാൻ ഒരു വരുമാന മാർഗം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നാലേ കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതിന് വിഷ്ണു ഇല്ലേ അവിടെ? അവൻ നോക്കൂലേ വീട്ടിലെ കാര്യങ്ങള്? സത്യാമ്മ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സത്യാമ്മയ്ക്ക് സത്യാമ്മയുടെ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കണം. മുമ്പ് എങ്ങനെയാണോ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്നത് അതുപോലെ തന്നെ ഇവിടെയും കഴിയണം. മുമ്പ് പറമ്പിൽ നിന്നുള്ള വാരാഴിക മാത്രം മതി ആ കുടുംബത്തിന് സുഖമായി കഴിഞ്ഞു പോകാം. ഇന്നിപ്പം പറമ്പുമില്ല, പാടവുമില്ല, വീടും ഇല്ലാത്തൊരവസ്ഥയെ. എല്ലാ കാര്യങ്ങൾക്കും പുറം വരാഴിക തന്നെ വേണം.
അതായത് എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് നോക്കിയാലേ മുമ്പോട്ടുള്ള ജീവിതം നടക്കുള്ളൂ ശാരദാമ്മേ. അതൊരു നല്ല കാര്യാ. എന്തെങ്കിലും ചെറിയ രീതിയിൽ തുടങ്ങിയാൽ മതി. വീട്ടിലൊരിക്കലും കാശൊഴിയില്ല എന്നൊരു ഗുണവും അതിനുണ്ട്. അതിനുവേണ്ടി ഞാനും സത്യാമ്മയും കൂടി ബ്ലോക്ക് ഓഫീസർ പോയി കണ്ടിരുന്നു. അയാൾ ഒരു അഹങ്കാരി. ഫണ്ടുണ്ട്, പക്ഷെ ആ ഫണ്ട് സത്യാമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അത് കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന ശാരദാമ്മയ്ക്ക് അനുവദിച്ച് കിടക്കുകയാണെന്നൊക്കെയാ പറയുന്നേ. ശാരദാമ്മയ്ക്ക് ആ ഫണ്ട് അയാൾ തരും. സത്യാമ്മയോടുള്ള ഏതോ മുൻ വൈരാഗ്യം കൊണ്ട് അയാൾ പറഞ്ഞു ഒപ്പിക്കുന്നതാ ഇതൊക്കെ.